കാസർഗോഡ് വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിന്തളം സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കൊലപാതകമാണോ എന്ന സംശയം പോലീസ് പറയുന്നു. വിരലടയാള വിദഗ്ധർ പരിശോധിക്കുകയാണ് ഇപ്പോൾ സംഭവം നടന്ന സ്ഥലം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ, ഇത് കൊലപാതകമാണോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നുണ്ടോ? എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് ആ വീടുള്ളത് എന്നുകൂടി പറയുന്നുണ്ടല്ലോ. പ്രജിന് ആദ്യഘട്ടത്തിൽ വയോധികയാണ്, വയസ്സായി മരിച്ചതാണെന്നാണ് പ്രാഥമികമായി മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിലെ ഈ വൈദ്യുതി ബന്ധം അതായത് വിച്ഛേദിച്ച നിലയിലാണ്. അത് മാത്രമല്ല, വീടിന് പുറകുവശത്തെ വാതിൽ ആരോ തുറന്നിട്ട നിലയിലാണ്. വീടിന് മുൻവശത്തെ വാതിൽ അടച്ചിട്ട നിലയിലാണ്. ഇത് കരിന്തളത്താണ്. കരിന്തളം സ്വദേശി ലക്ഷ്മിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ അയൽവാസികളാണ് ഈ സംഭവം ആദ്യം അറിയുന്നത്. അങ്ങനെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും അതുപോലെ തന്നെ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടത്. മാത്രമല്ല, ഈ ലക്ഷ്മി വീണ് കിടക്കുന്ന സമയത്ത് കയ്യിൽ എന്തോ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. പോലീസിന് ഇന്നിപ്പോൾ രാത്രി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ വിളിച്ചപ്പോൾ മനസ്സിലായത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഈ മരണകാരണം സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. എന്തായാലും പ്രദേശത്തൊക്കെ തന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രജിൻ, യെസ്, അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്ന് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.